അസ്സലാമു അലൈക്കും. ഡേ 4 വ്ളോഗ് നോക്കലാമേ. ഇന്ന് എണീച്ചത് നേരം വൈകിട്ടായിരുന്നു. അത്താഴം വെക്കണം ഒന്നുമില്ലാണ്ട് വെറും ഈത്തപ്പഴം മാത്രം കഴിച്ചിട്ടാണ് അത്താഴം വെച്ച്. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. നിസ്കരിക്കാൻ ടൈമായി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആൾ ഫുള്ള് ദേഷ്യത്തിൽ രണ്ടുപേര്. കാരണം അദ്ദേഹത്തിന് അടിച്ചില്ല വേണ്ടിട്ട്. അതിന് ശേഷം അവിടെ പോയി തിരിച്ച് നിസ്കാരം കഴിഞ്ഞ് റൂമെത്തി. പിന്നെ ഒന്ന് കിടക്കുക. ശനിയാഴ്ച ആയതുകൊണ്ട് ഒന്ന് കടന്ന് നേരെ ബെഡിൽ പോയി ഒന്ന് കിടക്കുക. രാവിലെ പിന്നെ വൈകിട്ട് എണീച്ച് പിന്നെ അങ്ങനെ പോയി. അങ്ങനെ നമുക്ക് വന്നിട്ട് നോമ്പ് തുറക്കാൻ ടൈമായി. നോമ്പ് തുറക്കാൻ പള്ളിക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. റോയൽ കമ്മീഷനിലാണ് പള്ളിയുള്ളത്. നമുക്ക് 25 മിനിറ്റ്സ് യാത്രയുണ്ട് പള്ളിക്ക്. അതിനുശേഷം നേരെ പള്ളിയിലെല്ലാം സൂപ്പറാക്കി വിരിച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. സൂപ്പറായി വിരിച്ച് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മളും പോയിരുന്നു. അങ്ങനെ നമ്മൾ കവർ തുറന്ന് നോക്കി കവറിനുള്ളിൽ എന്തൊക്കെയാണ് നിന്ന്. ഇന്ന് ഈത്തപ്പഴം ജ്യൂസും ലബനും വെള്ളവും പിന്നെ അങ്ങനെ രാത്രിയായി. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ തറാവി നിസ്കരിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. തറാവി നിസ്കരിക്കാൻ അടുത്തുള്ള യാമ്പൂല് സനയിലുള്ള പള്ളിയിലാണ് തറാവി നിസ്കരിക്കുമ്പോൾ. ഇതേ വലിയ പള്ളി, ഇവിടെയാണ് ജുമാ നിസ്കാരമൊക്കെ നടക്കുന്ന പള്ളി. അങ്ങനെ ഓരോക്കെ റൂം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ തറാവി നിസ്കരിക്കാൻ നിസ്കാരം തുടങ്ങി. നിസ്കാരം കഴിഞ്ഞവിടെ നേരെ 5 റിയാൽ മാർക്കറ്റിൽ പോകണം. കുറച്ച് സാധനങ്ങൾ വേണം റൂമിൽ. പാത്രങ്ങൾ, സൂപ്പറാ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നേരെ 5 റിയാലിന് മാർക്കറ്റ്. അപ്പോൾ ഓക്കെ, മസ്സലാമ.